എന്താ പവി രാത്രി ഇങ്ങനെ ഷൗട്ട് ചെയ്യണേ പുറത്തിറങ്ങിയിട്ട്? പവി ഈ 7 മണിയായി, ഈ രാത്രി നമ്മൾ എന്ത് കളിക്കാനാ? കളിക്കാം, പക്ഷെ നീ എണ്ണണം. ഞാനൊരു ചിലങ്കയുടെ ശബ്ദം കേട്ടു. അത് നിന്റെ തോന്നലായിരിക്കും പവി, എന്നാലും നീ കളി തോറ്റില്ല. ശരിക്കും ഞാൻ കേട്ടതാ ഋഷി. കേട്ടോ എനിക്ക് ഭ്രാന്തല്ലേ ഋഷി? എനിക്ക് പേടിയാ, ഞാൻ പോവാ. പോയി ഇപ്പൊ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ വന്ന ഞാനാരായി? എന്താ പവി, എന്താ കണ്ടുപേടിക്കണേ? എൻ്റെ അടുത്ത് പറ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാനൊരു ചിലങ്കയുടെ ശബ്ദം കേട്ടു. ഇവൾക്ക് വല്ല വട്ടമാണോ? അല്ലാണ്ട് ഇപ്പം എന്താ കാട്ടിക്കൂട്ട? ഓ, ഇങ്ങനെയുണ്ടോ? ഞാൻ കിടക്കട്ടെ. ഞാൻ പോവാണ്. ജ്യൂസ് കഴിഞ്ഞാൽ വരൂലോ, അപ്പൊ കാണാം. ശരി, ഞാൻ പോവാണ്. ബൈ ബൈ. പവയില്ലാത്തോണ്ടാ തോന്നുന്നു ബോറടിക്കണം. Hello? Why are you laughing? Hello? Hello? ഋഷി, ഞാനൊരു ചിലങ്കയുടെ ശബ്ദം കേട്ടു. ചിലപ്പോ ഈ ശബ്ദമായിരിക്കും പവി പറഞ്ഞിട്ടുണ്ടാവുക. പവീനെ ഒന്ന് വിളിക്കട്ടെ. ആ പവി, ഈ ഒരു ചിലങ്കയുടെ ശബ്ദം കേട്ടു. ഇപ്പൊ ഞാൻ ഫോൺ വിളിച്ചപ്പോ ചിലങ്കയുടെ ശബ്ദം കേട്ടു. ഹലോ പവി, ക്ലിയർ ആവില്ല. ഹലോ പവി, ക്ലിയർ ആവില്ല. ഹലോ പവി. ഇപ്പം എന്താ പേടിയാണല്ലോ. ഹലോ ഹലോ പവി, ഹലോ. എന്ത്? അമ്മ, അമ്മ. അമ്മ, അമ്മ. വിട്.
ഇവിടെ പൊട്ടിയുണ്ടല്ലോ, ഇവിടെ നല്ലോണം പൊട്ടിയുണ്ട്. നാളെ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചത്. അറുപത് അപ്പോഴേ അവൾ പറയണത് ഇതെന്താ, അപ്പോഴേ അവൾ പറയണത് കേട്ടാൽ മതി. ഇവിടെ നല്ലോണം പൊട്ടിയുണ്ടല്ലോ ദേവി. നല്ലോണം നെറ്റി പൊട്ടിയുണ്ട്. ഇവിടെ ചതവുണ്ടല്ലോ. ഹലോ ആ മോനു, അഞ്ച് ദിവസം ഉണ്ടാവുള്ളൂ വരാൻ. വേഗം വന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പ്രേതത്തിൻ്റെ ശല്യം കുറഞ്ഞ് കിട്ടിയാൽ. ഞാനൊക്കെ പേടിയാണ്. നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. പക്ഷെ നീ എണ്ണണം. അവളിനി എപ്പോൾ വരാനാവോ? ആ പവിയെന്ന് ഒന്ന് കിടക്കട്ടെ. വയ്യ.
പവി എന്തിനീ കാണിക്കണേ? ആരാ? അല്ല, എന്തവിടെ? ഞാൻ ദേവി. അതല്ല, ഇങ്ങനെ ശീലം പ്രേതമായ. എന്നും ഞായറാഴ്ച ഞാൻ എപ്പോഴും ഭരതനാട്യം കളിക്കാൻ പോകും. ഓ, അതുകൊണ്ടാലേ ചിലങ്കയുടെ ശബ്ദം കേൾക്കണേ. എന്നിട്ട് ഒരു ഞായറാഴ്ച ഞാൻ പോയിട്ടില്ല. അതിൻ്റെ പിറ്റേ ഞായറാഴ്ച ഞാൻ പോയി. അന്നായിരുന്നു എൻ്റെ ഫ്രണ്ട് കല്ലു എന്നോട് പറഞ്ഞേ, എനിക്ക് ഒരു സ്റ്റേറ്റ് ലെവലിലെ ഭരതനാട്യത്തിന് എനിക്ക് ഒരു പ്രൈസ് കിട്ടിയതാണ്. എന്നിട്ട് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നടന്നു വരുമ്പോൾ എൻ്റെ സന്തോഷം കളയാൻ വേണ്ടി ഒരു സാത്താൻ അവൻ എൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ എന്തൊക്കെയുണ്ട് ന്യൂയോർക്കിൽ നിന്ന് വന്നിട്ട്? പവി പവി എന്താ ചേട്ടാ? എന്താ എന്താ? കൺഗ്രാറ്റ്സ് ദേവി, നമുക്ക് ഭരതനാട്യം സ്റ്റേറ്റിൽ കിട്ടിയില്ലേ? ഓ താങ്ക് യു. എന്താ വെച്ചിട്ടാ? ഓ പവി, ഹലോ. ഋഷി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അന്ന് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചില്ലേ, ആ ദിവസം എനിക്ക് ഒരു ചിരിയുടെ ഒരു ടൈപ്പ് ഒരു ഫീല് തോന്നി. അതൊരു ആണിൻ്റെ ശബ്ദമായിരുന്നു, പക്ഷെ ദേവി ഒരു പെണ്ണല്ലേ? എന്നിട്ട് പക്ഷേ എനിക്ക് ഒരു സംശയം തോന്നിയതാ ഋഷി, ശരിക്കും പറയാ. പിന്നെ ദേവി ഒരു പെണ്ണല്ലേ, പിന്നെ ഞാനെങ്ങനെ കേട്ട് ആണിൻ്റെ ശബ്ദം? ഇതൊന്നും അറിയാത്ത എൻ്റെ അടുത്ത് നീ ചോദിക്കും. എനിക്ക് എന്താ പറയുക, ആ ദേവിയും പിന്നെ എനിക്ക് ആ ചിരിൻ്റെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിനക്കൊന്ന് പറയാൻ പറ്റുമോ ഋഷി? ഇത് എനിക്ക് കള്ളൊന്നും പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഇവിടെ ഒക്കെ ഞാൻ അനുഭവിച്ചതാ. എനിക്ക് വയ്യ, കിടക്കണം. എന്നാൽ ശരി, ഓക്കെ, ബൈ. ബൈ.